നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ തൊടൂറി ശാസ്ത്രം പ്രകാരമുള്ള ഒരു വീഡിയോ ആണ്. ഒത്തിരി ആഗ്രഹങ്ങളോടും ഒത്തിരി ലക്ഷ്യസാഫല്യ നിമിഷങ്ങളോടും കൂടിയാണ് ഓരോ ദിവസവും നമ്മളിൽ ഓരോരുത്തരും കടന്നു പോകുന്നത്. പലർക്കും പല വിധത്തിലാണ് ഈശ്വരാനുഗ്രഹം വന്ന് ഭവിക്കുക. പലർക്കും പല അനുഭവങ്ങളിലാണ് ദൈവിക സാന്നിധ്യം വെളിപ്പെടുക. എന്നാൽ ഇന്നത്തെ തൊടുകുറി ഫലപ്രകാരം നിങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു ദൈവീക അനുഗ്രഹത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്ന് മനസ്സിലാക്കി തരികയും അതോടൊപ്പം തന്നെ നിങ്ങളുടെ ജീവിതത്തെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന, നിങ്ങളുടെ ജീവിതത്തെ പ്രതിസന്ധിയിലാക്കുന്ന പല അവസ്ഥകൾക്കും മാറ്റം കണ്ടുപിടിക്കുക എന്നുള്ളതുമാണ് ഇന്നത്തെ തൊടുകുറി ഫലപ്രകാരം ഇന്ന് വെളിപ്പെടുവാനായിട്ട് പോകുന്നത്. അപ്രകാരം ഇന്ന് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന 2 ചിത്രങ്ങളെന്ന് പറയുന്നത്, ഒന്നാമത്തെ ചിത്രം എന്ന് പറയുന്നത് 2 നക്ഷത്രങ്ങളുടെ ചിത്രവും രണ്ടാമത്തെ ചിത്രം എന്ന് പറയുന്നത് സൂര്യൻ്റെ ചിത്രവുമാകുന്നു. ഈ 2 ചിത്രങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ചിത്രം കണ്ണുകളടച്ച് പ്രാർത്ഥിച്ച് ഈശ്വര വിശ്വാസത്തോടു കൂടി മാത്രം തിരഞ്ഞെടുക്കുവാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ധാരാളം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളിൽ നിന്നും നിങ്ങൾക്കിത് തിരഞ്ഞെടുക്കുവാൻ കഴിയുന്നത് തീർച്ചയായിട്ടും ഒരു ദൈവിക സാമീപ്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ളതുകൊണ്ട് മാത്രമാണ്. അപ്രകാരം ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുത്തു എന്ന് കരുതുകയാണ്. ഇനി നിങ്ങളുടെ തൊടുകുറി ഫലത്തെക്കുറിച്ച് പറയുന്നു. ഒന്നാമത്തെ ചിത്രമായ, അതായത് 2 നക്ഷത്രങ്ങളെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ തൊടുകുറി ഫലം ഇപ്രകാരമാകുന്നു. നല്ല നിമിഷങ്ങളെ ആസ്വദിക്കാനും സന്തോഷപൂർണമായ ഒരു ജീവിതം നിങ്ങൾക്ക് കഴിഞ്ഞ ഒരുപാട് കാലങ്ങളായിട്ട് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായൊരു കാര്യം. അതായത് ഇപ്പോൾ കടന്നു പോകുന്ന ജീവിതത്തിൽ സന്തോഷമോ സമാധാനമോ ഒരു ദൈവിക അനുഗ്രഹമോ ഒന്നും തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കുന്നില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. എപ്പോഴും പറയുന്നത് പോലെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാ കുടുംബങ്ങളിലും അലട്ടുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിലുമുണ്ട്. എന്നാൽ അതിലെല്ലാം ഉപരി നിങ്ങളെ ശാരീരികമായും മാനസികമായും തളർത്തുന്ന ഒരു വ്യക്തിയുടെ സാമീപ്യം അല്ലെങ്കിൽ ഒരു സന്ദർഭം, നിങ്ങളുടെ ജീവിതത്തെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ചില അവസ്ഥകൾ, ഇതൊക്കെ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. എങ്ങനെയാണ് ഇത്തരം അവസ്ഥകളിൽ നിന്നൊക്കെ നിങ്ങളുടെ ജീവിതത്തെ അതിസംരക്ഷിതമായി നടത്തുക, അല്ലെങ്കിൽ എപ്രകാരമായിരിക്കാം നിങ്ങളുടെ ജീവിതത്തിലെ കഷ്ടതകളും കണ്ണുനീരുകളും പ്രയാസങ്ങളും എല്ലാം ഒന്ന് മാറ്റിവെക്കാൻ കഴിയുക എന്നൊക്കെ ചിന്തിക്കാത്ത ഒരു ദിവസം പോലുമില്ല. കടഭാരം നിങ്ങളുടെ ജീവിതത്തെ മുറുകെ പിടിക്കുന്നുണ്ട്. കഷ്ടതയുടെ അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ധാരാളം പ്രയാസത്തിലാഴ്ത്തുന്നുണ്ട്. അതുപോലെ തന്നെയാണ് വായ്പ മുടങ്ങിക്കിടക്കുന്ന അവസ്ഥകൾ, അതുപോലെ പലിശക്കാരിൽ നിന്നും ഒളിച്ചോടുന്ന അവസ്ഥകൾ, ധാരാളം സാമ്പത്തിക ബാധ്യതകൾ, ചുറ്റും നിന്നവർ നിങ്ങളെ ഉപേക്ഷിക്കുന്ന അവസ്ഥകൾ, ജീവിത പങ്കാളികൾ പോലും നിങ്ങളുടെ പ്രയാസത്തെയോ പ്രതിസന്ധികളെയോ ഒന്നും മനസ്സിലാക്കാതെ നിങ്ങളെ ഉപേക്ഷിക്കുന്ന അവസ്ഥകൾ, ഇതൊക്കെ കണ്ടറിഞ്ഞ് ഈശ്വരൻ നിങ്ങൾക്ക് ഫലം ചെയ്യുന്ന ഒരവസരമാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനായിട്ട് പോകുന്നത്. ബുദ്ധിമുട്ടിപ്പിക്കുന്നതും വേദനിപ്പിക്കുന്നതുമായ പല നിമിഷങ്ങളും നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. പലപ്പോഴും ഈശ്വരൻ നിങ്ങൾക്ക് നൽകുന്ന അവസരങ്ങൾ നിങ്ങൾ കണ്ടില്ല എന്ന് നടിക്കുന്നതും പല സമയങ്ങളുണ്ട്. എന്നാൽ ആ അവസരങ്ങളൊക്കെ നിങ്ങൾ തക്ക സമയത്ത് പ്രയോജനപ്പെടുത്തിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വേദനിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവില്ലായിരുന്നു. അത്രത്തോളം നല്ലൊരു അനുഗ്രഹവും നല്ലൊരു ദൈവീക ശക്തിയുടെയും സമയമായിരുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് നിങ്ങൾക്കത് നിലനിർത്താൻ കഴിയാതെ പോകുന്ന സമയം, ധാരാളം വിഷമങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ട്. എന്നാൽ തീർച്ചയായിട്ടും ഈ വിഷമങ്ങളും ഈ വേദനകളും ഒക്കെ മാറുവാനായിട്ട് ഈശ്വരൻ പലപ്പോഴും നിങ്ങളോടൊപ്പമുണ്ട്. പക്ഷെ നിങ്ങളത് മനസ്സിലാക്കുന്നില്ല എന്നതും ഒരു പ്രധാന കാര്യമാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ വേദനകളും പ്രയാസങ്ങളും എല്ലാം മാറുവാനും നിങ്ങളുടെ ജീവിതത്തിൽ ഒരനുഗ്രഹം ഉണ്ടാകുവാനും ഒക്കെ ഈശ്വരനോട് പ്രാർത്ഥിക്കുക. നല്ല നിമിഷങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്നത്. ആരെയും പഴി പറയുവാനോ ആരെയും ദുഷിക്കുവാനോ ആരെയും നിന്ദിക്കുവാനോ ഒന്നും നിങ്ങളുടെ ജീവിതം വ്യർത്ഥമാക്കി കളയരുത്. അത്രത്തോളം ദൈവീക അനുഗ്രഹവും പ്രാധാന്യവും ഒക്കെ നിങ്ങളുടെ ലൈഫിന് നൽകുക. തീർച്ചയായിട്ടും വളരെ വലിയ അനുഗ്രഹത്താൽ ഈശ്വര നന്മയാൽ ഓരോ ദിവസവും കടന്നു പോകുവാനായിട്ട് നിങ്ങൾക്ക് കഴിയും. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒന്നാമത്തെ ചിത്രമായ നക്ഷത്രങ്ങളുടെ ചിത്രം തിരഞ്ഞെടുത്ത നിങ്ങൾക്ക് ദൈവികമായ അനുഗ്രഹങ്ങൾ വളരെ ചെറുതൊന്നുമല്ല ലഭ്യമാകുവാനായിട്ട് പോകുന്നത്.
അപ്രകാരം സമൂഹത്തിലും അതുപോലെ ഭവനങ്ങളിലുമൊക്കെ നല്ലൊരു ജീവിതം നിങ്ങൾക്ക് ലഭ്യമാവുക തന്നെ ചെയ്യും. അപ്പോൾ ഇനി രണ്ടാമത്തെ ചിത്രം തിരഞ്ഞെടുത്തവരെ കുറിച്ച് പറയുകയാണെങ്കിൽ, രണ്ടാമത്തെ ചിത്രം സൂര്യനാണ്. സ്വയം ഉരുകി മറ്റുള്ളവർക്ക് പ്രകാശമായി തീരുന്ന രണ്ട് വസ്തുക്കൾ തന്നെയാണ് ഇന്ന് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ചിത്രങ്ങൾ എന്ന് പറയുന്നത്. ഈ രണ്ടാമത്തെ ചിത്രത്തിലും വളരെയധികം സവിശേഷതകളുണ്ട്. കാരണം ജീവിതത്തിലെ എല്ലാ കുറവുകളെയും എല്ലാ പോരായ്മകളെയും മാറ്റിവെച്ച് നിങ്ങൾ ഇന്ന് നിങ്ങൾക്കായി ജീവിക്കുന്നതല്ല, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നു, മറ്റുള്ളവരെ സഹായിക്കുന്നു, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച് നിങ്ങളുടെ ജീവിതം പാഴാക്കി കളഞ്ഞു എന്ന് വേണമെങ്കിൽ ഒരർത്ഥത്തിൽ പറയാം. അത്രത്തോളം മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഇടപെട്ടും അവരുടെ പ്രയാസങ്ങളെ സ്വന്തം പ്രയാസങ്ങളായി കണ്ടും അവരുടെ ജീവിതങ്ങളെ സ്വന്തം ജീവിതങ്ങളായി ഏറ്റെടുത്തും അവർക്ക് വേണ്ടുവോളം അനുഗ്രഹങ്ങൾ നൽകിയും പാഴാക്കി കളഞ്ഞ ഒരു ജന്മമാണ് നിങ്ങളുടേത്. അതായത് അവർക്ക് ഏറ്റവും വേണ്ടപ്പോൾ നിങ്ങളുടെ സാമീപ്യവും നിങ്ങളുടെ അനുഗ്രഹവും ഒക്കെ അവരോടുണ്ടായിരുന്നു. എന്നാൽ നിങ്ങൾക്കൊരു അവശ്യഘട്ടം വന്നപ്പോൾ നിങ്ങളെ ഒറ്റപ്പെടുത്തുകയും മാറ്റി നിർത്തുകയും ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതായത് പുറത്തു പറയാൻ പോലും കഴിയാത്ത തരത്തിൽ നിങ്ങളെ അപമാനിക്കുകയും നിങ്ങളെ വേദനിപ്പിക്കുകയും ഒക്കെ ചെയ്ത ഒരു വ്യക്തിത്വം തന്നെയാണ് നിങ്ങളുടെ ചുറ്റുമുള്ളത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള വേദനകളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ പഴയകാല അനുഭവങ്ങളെയൊക്കെ മറക്കുക. ഒത്തിരി പേർക്ക് പഴയകാല അനുഭവങ്ങളെ ഒന്നും മറക്കാൻ കഴിയാതെ പ്രയാസം അനുഭവിക്കുന്നവരാണ്. എന്ത് ചെയ്യണമെന്നറിയില്ല. നല്ലൊരു ജീവിതം ഇപ്പോൾ ലഭ്യമായാൽ പോലും ദുഷ്ടചിന്തകൾ അല്ലെങ്കിൽ ദുഷ്കാല അനുഭവങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. എന്നാൽ ആ ദുഷ്കാല അനുഭവങ്ങളെയൊക്കെ മാറ്റുവാനായിട്ട് പരിഹാര മാർഗങ്ങളൊക്കെ സ്വീകരിക്കുക. എങ്കിൽ മാത്രമേ ജീവിതത്തിലൊരു അനർത്ഥവും സംഭവിക്കാതെ കടന്നു പോവുകയുള്ളൂ. ധാരാളം സ്വപ്നങ്ങൾ കാണുന്ന വ്യക്തികളാണ്. ആ സ്വപ്നങ്ങളുടെ കാര്യങ്ങളൊക്കെ യാഥാർത്ഥ്യമാക്കി എടുക്കുവാനായിട്ട് കഴിയുന്നില്ല. പക്ഷേ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളാൽ അസ്വസ്ഥത പ്രകടിപ്പിക്കുന്നവരാണ്, ധാരാളം ബുദ്ധിമുട്ടുകൾ നേരിടുന്നവരാണ്. എന്നാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും എല്ലാം മാറി ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ ഉണ്ടാകാൻ പോകുന്നു എന്നത് തന്നെയാണ്. എന്നാൽ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ കടഭാരവും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ തീർച്ചയായിട്ടും നിങ്ങൾ മാത്രം വിചാരിച്ചാലേ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അതൊക്കെ മാറിപ്പോവുകയുള്ളൂ. അതായത് എത്രയൊക്കെ ബാധ്യതകൾ നിങ്ങൾ അനുഭവിച്ചാലും എത്രയൊക്കെ ശാരീരിക വിഷമങ്ങൾ നിങ്ങൾ ഉൾക്കൊണ്ടാലും ഒന്ന് തീർത്തു പറയട്ടെ, നിങ്ങളുടെ കഷ്ടതകൾ മാറണമെങ്കിൽ, നിങ്ങളുടെ പ്രയാസങ്ങൾ മാറണമെങ്കിൽ നിങ്ങളൊന്ന് മനസ്സ് വിചാരിച്ചാൽ മാത്രമേ നടക്കുകയുള്ളൂ. കഠിനാധ്വാനത്തോടെ ജീവിക്കുവാനും ഈശ്വര സഹായത്തോടെ ജീവിതം നേടിയെടുക്കുവാനും ഒക്കെ നിങ്ങൾക്ക് ഈശ്വരൻ സഹായിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലെ വെല്ലുവിളികളും പ്രയാസങ്ങളും ഒക്കെ തരണം ചെയ്ത് ഈശ്വര അനുഗ്രഹത്താൽ ഒത്തിരി നന്മകൾ സ്വന്തമാക്കുവാനായിട്ട് നിങ്ങൾക്ക് കഴിയുക തന്നെ ചെയ്യും. അപ്പോൾ ഇതൊക്കെയാകുന്നു ഈ രണ്ട് ചിത്രങ്ങളും തിരഞ്ഞെടുത്ത വ്യക്തികളുടെ തൊടുകുറി ഫലം. ഈശ്വരാനുഗ്രഹത്താൽ സകലവിധ നന്മകളും നിങ്ങൾക്കുണ്ടാകട്ടെ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനായി അഭ്യർത്ഥിക്കുന്നു. നന്ദി.